ജനങ്ങൾക്ക് വേണ്ടത് ഈ ഘട്ടത്തിൽ ഈ കടുത്ത വേനലിൽ ജനങ്ങൾക്ക് വേണ്ടത് വിഴുപ്പലക്കലോ പരസ്പരം പഴിചാരലോ അല്ല. ദാഹിച്ചു വലയുമ്പോൾ നഗരത്തിൽ എവിടെയും ജലം ലഭ്യമാക്കണം. അതിനായി ലക്ഷങ്ങൾ മുടക്കി സ്ഥാപിച്ച കിയോസ്കുകളുടെ നിലവിലെ അവസ്ഥ എന്താണെന്ന് പരിശോധിക്കുകയാണ് അക്ഷയ കൃഷ്ണാനന്ദ്. ശുദ്ധജല ലഭ്യത ഉറപ്പുവരുത്തുന്നതിനായി സ്മാർട്ട് സിറ്റി ഫണ്ട് ഉപയോഗിച്ച് കോർപ്പറേഷൻ സ്ഥാപിച്ച കുടിവെള്ള കിയോസ്കുകൾ നഗരത്തിൽ ഉടനീളം നമുക്ക് കാണാൻ കഴിയും. ഞാനിപ്പോഴുള്ളത് ജനറൽ ആശുപത്രിക്ക് സമീപമുള്ള കുടിവെള്ള കിയോസ്കിലാണ്. ഇവിടത്തെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഇത് കേവലം ജനറൽ ആശുപത്രിക്ക് സമീപമുള്ള കുടിവെള്ള കിയോസ്കിന്റെ മാത്രം അവസ്ഥയല്ല. നഗരത്തിൽ ഉടനീളം സ്ഥാപിച്ചിട്ടുള്ള കുടിവെള്ള കിയോസ്കുകളിലെല്ലാം തന്നെ പ്രവർത്തനരഹിതമാണ്. നമുക്ക് മറ്റ് കുടിവെള്ള കിയോസ്കുകളുടെ അവസ്ഥ എന്താണെന്ന് കൂടെ പരിശോധിക്കാം. ഞാനിപ്പോഴുള്ളത് ഗാന്ധി പാർക്കിലെ കുടിവെള്ള കിയോസ്കിലാണ്. ഇത് ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഇത് ഗാന്ധി പാർക്കിലെ മാത്രം അവസ്ഥയല്ല, നഗരത്തിലെ പല കുടിവെള്ള കിയോസ്കുകളുടെയും അവസ്ഥ ഇത് തന്നെയാണ്. കൊടും ചൂടിൽ ഒരു തുള്ളി വെള്ളത്തിനായി ജനം നെട്ടോട്ടമോടുമ്പോഴാണ് ലക്ഷങ്ങൾ മുതൽ മുടക്കി നഗരത്തിൽ സ്ഥാപിച്ച 25 കുടിവെള്ള കിയോസ്കുകൾ വെറും പ്രദർശന വസ്തുവായി നിൽക്കുന്നത്. ക്യാമറ പേഴ്സൺ എസ് സനോഷിനൊപ്പം അക്ഷയ കൃഷ്ണാനന്ദ്, മീഡിയ 1, തിരുവനന്തപുരം.